നമസ്കാരം. ഇന്ന് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെറുപയറും ക്യാരറ്റും കൊണ്ടുണ്ടാക്കുന്ന തോരൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ലഞ്ച് ബോക്സിലോട്ടും ഡയറ്റൊക്കെ എടുക്കുകയാണെങ്കിൽ അത് മാത്രം കഴിച്ചാലും മതി, അത്രയും ഹെൽത്തിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വളരെ സിമ്പിളായിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ തോരൻ. ഭയങ്കര പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും പറ്റും, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുള്ള തോരനാണ്. ഞാൻ ഇപ്പോൾ ചെറുപയർ ഒരു 2.5 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാട്ടോ. ഇനി മറന്നുപോയാൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഇട്ടാൽ മതി, പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും. എന്നിട്ട് നന്നായിട്ട് കഴുകി കുക്കറിലോട്ട് എടുത്തിട്ടു. ഇനി കുക്കറിലോട്ട് ഇതിനാവശ്യത്തിനുള്ള ഉപ്പ്, എത്ര പയറെടുക്കുന്നോ അതിനാവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് കുക്കർ അടച്ചു വെച്ച് ഇത് ഓരോ കുക്കറിൻ്റെ അളവ് പോലെ ഇരിക്കും കേട്ടോ വിസിലിൻ്റെ എണ്ണം. അപ്പോൾ എനിക്കിതാ 2 വിസിൽ വേണ്ടി വന്നു കേട്ടോ. 2 വിസിൽ എനിക്ക് വേണ്ടി വന്നു. 2 വിസിൽ വെന്തു. അപ്പോൾ ഞാൻ അത് മാറ്റി വെച്ചിട്ട് ഇനി ഇതാ ക്യാരറ്റ്, പച്ചമുളക്, സബോള, ചെറിയുള്ളി ഉണ്ടെങ്കിൽ ചെറിയുള്ളി എടുക്കാം. കുഞ്ഞ് കാന്താരി ഇല്ലേ, കാന്താരി ഉണ്ടെങ്കിൽ കാന്താരിയും പച്ചമുളകിന് പകരം എടുക്കാം കേട്ടോ. എന്നിട്ടൊരു പാൻ വെച്ച് ഒലിവ് ഓയിൽ അപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുത്തേക്കണം. വെളിച്ചെണ്ണ വേണേൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഈ ഉഴുന്നില്ലേ, നല്ല ടേസ്റ്റാട്ടോ തോരനൊക്കെ വെക്കുമ്പോൾ. നമ്മുടെ അരയ്ക്കുന്ന ദോശയുടെ മാവിൻ്റെ ഉഴുന്നല്ല, ഇത് ചെറുത് താളിപ്പിനുള്ള ഉഴുന്ന് പരിപ്പ്, അതുകൂടി ഇട്ട് കൊടുത്ത് അത് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ സവോളയും പച്ചമുളകും കൂടി ഇട്ട് അത് നന്നായിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി കഴിയുമ്പോഴത്തേക്കും ഞാനിവിടെ ക്യാരറ്റ് ചോപ്പറിൽ ചോപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല കുഞ്ഞു കുഞ്ഞായിട്ട് കിട്ടും. എന്നിട്ട് ആ ക്യാരറ്റും കൂടി അങ്ങ് ഇട്ട് കൊടുത്തു. എന്നിട്ട് എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള തേങ്ങ, എത്ര ക്യാരറ്റും പയറുമാണോ എടുക്കുന്നത് അതനുസരിച്ച് തേങ്ങയുടെ അളവ് ചേഞ്ച് ചെയ്യണം കേട്ടോ. അപ്പോൾ തേങ്ങയും കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് പിന്നെ ഇതിലോട്ട് ഉപ്പിട്ട് കൊടുത്തു. ഉപ്പിടുമ്പോൾ സൂക്ഷിക്കണം, നമ്മൾ ഓൾറെഡി പയർ ഉപ്പിട്ടാണല്ലോ വേവിച്ചേക്കുന്നത്, അപ്പോൾ കുറച്ചിട്ടാൽ മതി. പിന്നെ ഒരു ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കറിവേപ്പില, അതൊക്കെ നിങ്ങൾക്ക് എത്ര എടുക്കണോ അതനുസരിച്ച് ഇടാം കേട്ടോ. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ക്യാരറ്റ് വേവിക്കണം. ക്യാരറ്റ് വേവിച്ചിട്ടാണ് പിന്നെ നമ്മൾ പയറിട്ട് കൊടുക്കുന്നത്. കാരണം ഓൾറെഡി വെന്തിരിക്കുന്നതല്ലേ നമ്മുടെ പയർ, അതുകൊണ്ട്. അപ്പോൾ ഇതാ ഒരുവിധം ഒന്ന് ആയിട്ടുണ്ട്. 10 മിനിറ്റ് കൊണ്ട് ആ വെള്ളമൊക്കെ വീണ് തന്നെ അതങ്ങ് വെന്തോളും. എന്നിട്ട് ഇളക്കിയിട്ട് പയറും കൂടി അങ്ങ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇനി രണ്ടും കൂടെ, അപ്പോൾ ഈ സമയത്ത് വേണേൽ എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇളക്കിയിട്ട് ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കാം കേട്ടോ. ഇതുപോലില്ലേ പല വെജിറ്റബിൾ വെച്ച് ഇങ്ങനെ തോരൻ ഉണ്ടാക്കാം, പക്ഷേ ക്യാരറ്റ് വെച്ച് ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാട്ടോ. ഒരു വട്ടമെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണ്. എന്നിട്ട് ഇനി വീണ്ടും ഇതൊന്ന് അടച്ചു വെച്ച് പയറും കൂടി ഇട്ട് ഒരു 5 മിനിറ്റ് കൂടെ ഒന്ന് വേവിച്ച ചെറു തീയിലോട്ട് വെക്കണേ. എന്നിട്ട് വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ തോരൻ റെഡിയായി. വേറെ ഒന്നും ചെയ്യാനില്ല, ഭയങ്കര സിമ്പിളാണ്. ചപ്പാത്തിയുടെ ഒക്കെ കൂടെ വേണേലും കഴിക്കാം, ചോറിൻ്റെ കൂടെ വേണേലും കഴിക്കാം. നല്ല രുചിയുള്ള തോരനാട്ടോ. എന്നിട്ട് ചെറുതായിട്ട് വീണ്ടും ഒന്നുകൂടെ ഇളക്കി മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റ് ഒന്ന് തുറന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡി. അപ്പോൾ ട്രൈ ചെയ്തു, അത്രയേ ഉള്ളൂ. ബൈ, സീ യു.